പറ അതിനായി ഒന്നൂടെ ഇങ്ങനെ എന്തൊക്കെ സൗണ്ട് ഇടല്ലേ നമ്മൾ പേടിക്കാൻ പാടില്ല. നമ്മള് കട്ടറില്ലാത്തോടെ ചാടി 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 പോകണം കേട്ടോ. ഇതാണ് ഓഫ് റോഡ്. ഇതാണ് ഗൈസ് ഓഫ് റോഡ്. യാത്രയാണ്. ഹലോ, ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഞാൻ വോയിസ് ഓവറൊക്കെ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്നപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് ലീവൊക്കെ കിട്ടിയതല്ലേ, അപ്പോൾ വിചാരിച്ച എവിടെയെങ്കിലൊക്കെ ഒന്ന് പോയേക്കാം. നമ്മുടെ വീടിനടുത്ത് തന്നെയുള്ള പൈതൽ മലയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പോയപ്പം പോകുന്ന ഈ കണ്ടൊരു വ്യൂ ആണിത്. നമ്മൾ വന്നപ്പോൾ ഇച്ചിരി മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റേതായ ഒരു രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് വ്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച് വേറെ സ്ഥലത്ത് പിടിക്കാം, അവിടെ കുറച്ചുകൂടെ നല്ല വ്യൂ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ പൈതൽ മലയിൽ പണ്ട് കുരിശിൻ്റെ വഴിക്ക് പോയതാണ് കേട്ടോ. അതായത് നമ്മൾ പണ്ട് അങ്ങ് ഈ മലയുടെ മേലെ വരെ പോയിട്ടുണ്ട് കുരിശിൻ്റെ വഴിയായിട്ട്. പിന്നെ ഇറങ്ങാനും ഭയങ്കര ടാസ്ക്കായിരുന്നു അന്ന് പോയപ്പോൾ. പിന്നെ പോയിട്ടില്ല, അന്നാ പോയതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ച് പോകുന്ന വഴിക്കത്തെ എല്ലാ വീഡിയോസും നിങ്ങളെ എടുത്ത് കാണിക്കും, നിങ്ങളും കണ്ടോട്ടെ, നമ്മളെ നാടല്ലേ. അങ്ങനെ നമ്മൾ മലയിൽ കുറച്ച് അത്യാവശ്യം മലയും കുന്നൊക്കെയാണ് ഫുള്ള്. അപ്പോൾ ഇതൊക്കെ കയറി മേലെ കത്തുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാൻ. ഈ ആനയുടെ ഷേപ്പിലുള്ളതാണ് പൈതൽ മല എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മലയുടെ മേലെ വരെ കയറുന്നില്ല, കാരണം നടക്കാനുണ്ട്, നമുക്ക് മടിയാണേ. അതുകൊണ്ട് നമ്മൾ താഴത്ത് വരെ നിന്ന് അങ്ങനെ അവിടെ നിന്ന് വ്യൂ കാണാമെന്ന് വിചാരിച്ചു. പിന്നെ വൈകുന്നേരമായി, പിന്നെ അങ്ങോട്ട് മല കയറി എത്തുമ്പോഴത്തേക്ക് മൊത്തം മാന്തിട്ടേക്കുവാണല്ലേ. ഏത് മലയുടെ എല്ലാരും പോയിട്ടുണ്ടല്ലോ, വന്നിട്ടുണ്ടല്ലോ. പിന്നെ അവിടെ ഇങ്ങനെ നിന്നിട്ട് ചുമ്മാ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് സമയം പോയി. പിന്നെ അവിടെ ഒരു വള്ളി തൂങ്ങിക്കിടപ്പുണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചത് അപ്പം ഞാൻ ഒന്ന് ചാടി പിടിക്കാം, എത്തുമോ നോക്കണമല്ലോ. അവിടെ നിന്ന് ചാടിയിട്ട് എത്തിയില്ല, ഇവിടെ നിന്നും ചാടിയിട്ട് എത്തുന്നില്ല, എന്തെല്ലാം എന്നല്ല എൻ്റെ അവസ്ഥയ്ക്ക്. ഞങ്ങൾ വെറുതെ വീഡിയോ എടുത്ത് കളിച്ചാണ്. അപ്പോൾ പണ്ടിങ്ങനെ വീഡിയോ ക്രിയേറ്റേഴ്സൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കാണാറുണ്ട്. അപ്പം അങ്ങനെ എടുത്ത് നോക്കിയതാണ്, പക്ഷേ ഫ്രെയിമിൽ അവളുണ്ടായി. ഒരു ദിവസം പോണ എന്തെല്ലാം കാണണല്ലേ. അപ്പോഴേക്കും അവിടെ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് ഇത് കാണാനായിട്ടേ. അപ്പം ഞങ്ങൾ ഇൻട്രോവേർട്ട് ആയതുകൊണ്ട് പോയി. ഇത് മലയുടെ മേലെ ആരുണ്ടെന്ന് പറഞ്ഞ് ഇവിടുന്ന് സൂം ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ നിന്നില്ല, നമ്മൾ വേഗം വിട്ട് വീട്ടിലേക്ക്. യാത്രയാണ്. എൻ്റെ വോയിസ് ഓവർ കൂടാതെ പല പല ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, കാരണം ഇവിടെ വീട്ടിൽ പല പല സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം. കോഴിയുടെ സൗണ്ട് കേൾക്കാം, അങ്ങനെ ലോട്ട്സ് ഓഫ് സൗണ്ട്. എൻ്റെ ഫോൺ എന്തേലുണ്ട്. അപ്പോൾ ഇങ്ങക്കൊക്കെ ഏത് രസമാണെന്ന് വിചാരിക്കാൻ നോക്കിയേ. നമ്മള് കട്ടറില്ലാത്തോടെ ചാടി 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 പോകണം കേട്ടോ. ഇതാണ് ഓഫ് റോഡ് ഗൈസ്, ഇതാണ് ഗൈസ് ഓഫ് റോഡ്. നമ്മുടെ താഴത്തുള്ളൊരു കടയാണ്, നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അപ്പം ശരിക്കും പറഞ്ഞ് വോയിസ് ഓവർ എടുക്കുമ്പോൾ എന്താ പറയണ്ടേന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ എന്തെല്ലോ പറയുന്ന. അപ്പം ഞാൻ പോകുന്ന വഴിക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര സൺലൈറ്റ് ആയിരുന്നു. അപ്പം എന്തായാലും ഇത്ര നല്ല അടിപൊളി സൺലൈറ്റൊക്കെ ഉള്ളപ്പോൾ ആരാ വീഡിയോ എടുക്കാത്ത, ഞാനും എടുത്തു കേസ് ഒരു സെൽഫി വീഡിയോ. അപ്പം സൺലൈറ്റ് വരുന്നോടം വരെ വീഡിയോ പിടിച്ചു തന്നു. സൺലൈറ്റ് എന്നപ്പം എന്താ ഒരു സണ്ണിൻ്റെ കിസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ സൺ കിസ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. സൺ കിസ് നല്ല കിട്ടി കേസ് എനിക്കും. അങ്ങനെ വെറുതെ ഞാനൊരു വീഡിയോ ഇങ്ങനെ എടുത്ത് പോയപ്പം ഇവൻ ക്യൂട്ടാവാൻ നോക്കിയത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു തോടുണ്ട്, എന്തായാലും പുറത്തേക്ക് ഇറങ്ങിയതല്ലേ. അപ്പോൾ പിന്നെ വിചാരിച്ച് ഇവിടെയും കൂടെ അങ്ങ് ഇറങ്ങിയേക്കാം. ഭയങ്കര മടിയന്മാരും മടിച്ചുകളായതുകൊണ്ട് വീടിന് പുറത്തിറങ്ങാറില്ല, അതുകൊണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിത് ഉള്ളിൽ കയറാമെന്ന് വിചാരിച്ചു. ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാരൊന്നും ഇപ്പോൾ വരാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഫുള്ള് കാട് പിടിച്ച് അങ്ങനെ മോശമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ പോകേണ്ട വഴി, തോട്ടിലേക്ക്.
ഗൈസ് ഇതാണ് നമ്മൾ പേടിക്കുന്നത് ഗൈസ്. ഇങ്ങനെ എന്തൊക്കെ സൗണ്ട് അല്ലേ നമ്മൾ പേടിക്കാൻ പാടില്ല. അയ്യോ ഇത് ഇവൻ വെറുതെ ഓരോ കല്ലൊക്കെ പെറുക്കി എറിഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നതാണ്. പക്ഷെ ഞാൻ പേടിച്ചില്ല. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോൾ തിരിഞ്ഞല്ലോ അല്ലേ. ഇതാണ് തോട് നമ്മൾ കാണാൻ വന്നത്. പക്ഷേ തോട്ടിൽ വെള്ളത്തിനേക്കാൾ കൂടുതൽ കല്ലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം വേനൽക്കാലമല്ലേ, അതുകൊണ്ട് അതവിടെ കാണാൻ വലിയ കാഴ്ചകളില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഒന്നൂടെ ആ ഒരുമിച്ച് മിർച്ചയും പറ. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഒരുപാട് പാടുക. 2 3 സ്റ്റാർട്ട്. മാണിക്കച്ചിറകുള്ള മാണിക്കച്ചിറകുള്ള ഭാരത്തു കോരിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടുന്നു കാണാനായി കൂറുന്നു കൂട്ടാനായി ആകാശപ്പുഴ കുതിച്ചുപോയി. കണ്ടു മലനിര